ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എത്ര മണിക്കാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്? സർ 11 o'clock, 11 മണി. ആ, യു കെയിൽ നിന്ന് ഡൊണാൾഡ് കൂടി പങ്കെടുക്കുന്ന മീറ്റിംഗ് അല്ലേ? ഷാർപ്പ് 11 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം എല്ലാ കാര്യത്തിലും ഭയങ്കര പഞ്ചുവല. നോ പ്രോബ്ലം സർ, 11 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദേ, മീറ്റിങ്ങിൽ വെറുതെ ഡിസ്കഷൻ പോറാം, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഫോറിനേഴ്സ് അടക്കം ഒരു 8-10 പേര് മതി മീറ്റിങ്ങിന്. അത് നല്ല സജഷനാണ്. സാറ് വെൽ സ്റ്റഡീഡ് ആണെന്ന് തോന്നുന്നു. ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസും ഗൂഗിൾ സ്ഥാപകൻ ലാറിയുമൊക്കെ സാധാരണ 10 പേരെ കൂടുതൽ ഒരു മീറ്റിങ്ങിലും പങ്കെടുപ്പിക്കാറില്ല. സാറും അതേ ലൈനാണെന്ന് തോന്നുന്നു. കമോൺ മിസ്റ്റർ ശ്രീനിവാസ്, വലിയ വലിയ പേരുകളൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കില്ലേ. നമ്മളിപ്പോഴും പിച്ച വയ്ക്കുന്ന ഒരു പൈതലല്ലേ. ഏതായാലും ഞാൻ ഓഫീസിലേക്ക് തിരിക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ മീറ്റിങ്ങിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽ ഫയൽ എനിക്ക് നേരത്തെ അയച്ചേക്കണം. ഫോറിനേഴ്സ് ആയിട്ടുള്ള എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് അറിയാലോ. അറിയാം സർ. മീറ്റിംഗിന്റെ ഡീറ്റെയിൽഡ് ഫയൽ ഉടനെ തന്നെ എത്തിക്കാം. പിന്നെ ഞാനുണ്ട് ഇവിടെ, സാറിന് ഒരു ടെൻഷനും വേണ്ട. ഐ ക്യാൻ മാനേജ് എവരിത്തിങ്. താങ്ക്സ് മിസ്റ്റർ ശ്രീനിവാസ് ഉള്ളത് എനിക്കൊരു ആശ്വാസം. എനിവേ, ഞാൻ ഉടനെ എത്തേ. യു ബി ദേർ, ഓക്കെ? നോ, അങ്ങനെ ഒരുപാടങ്ങ് സന്തോഷിക്കാൻ വരട്ടെ. ഫോറിനേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ച് ആനന്ദ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും നമ്മൾ ആ കരാർ മാറ്റി ഉറപ്പിച്ചതൊക്കെ ശരി. പക്ഷെ ഇനി ഒരു മാസം തികയാൻ വളരെ കുറച്ചു നാളും കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ ആനന്ദ് കമ്പനിയുടെ MD ആയി വീണ്ടും ചുമതലയേൽക്കും. അതോടെ തീരും സകല കളികളും. ആനന്ദ് തിരിച്ചുവരും മുൻപ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അടിത്തറ ഇളക്കണം എനിക്ക്. അവൻ തിരിച്ചു വന്ന് MD കസേരയിലേക്ക് ചാരിയിരിക്കുമ്പോ പടപടാന്ന് തകർന്നടിയണം അവൻ കെട്ടിപ്പടുത്ത ആ സാമ്രാജ്യം. അതുകൊണ്ട് തന്നെ ഇനി ഓരോ ചുവടുകളും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. മുന്നിലിരിക്കണ ഉരുളിയിലെ തീർത്ഥത്തിലേക്ക് നോക്കുക. പുത്രവധുവിന്റെ മുഖം കാണാൻ കഴിഞ്ഞു എന്ന് വരും, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ. ഈ കുടുംബത്തിന്റെ പ്രൗഢിക്കും അന്തസ്സിനും യോജിച്ച തറവാട്ട് മഹിമ അവൾക്കുണ്ടായിരിക്കുകയില്ല. ഒരു ദരിദ്ര ജന്മമാണവൾ. കല്യാണി, നിനക്കറിയാമോ, ഞാൻ MD സ്ഥാനം അരവിന്ദിന് കൊടുത്തിട്ട് 30 ദിവസം ലീവ് എടുത്ത് നിന്നത് തന്നെ നിന്നെ കാണാനും എന്റെ ഉള്ളിലെ ഇഷ്ടം നിന്നെ അറിയിക്കാനും വേണ്ടിയായിരുന്നു. ഇന്നാ എനിക്കതിനൊരു ചാൻസ് കിട്ടിയത്. ഈ പദവി, സ്വത്ത്, പ്രൗഢി ഇതൊന്നും എനിക്ക് വേണ്ട. വേണ്ടത് എന്നെ മനസ്സിലാക്കാനും ജീവിത അവസാനം വരെ കൈചേർത്ത് പിടിച്ച് കൂടെ നടക്കാനും ഒരാളാ. കുറച്ച് നാളുകൊണ്ട് തന്നെ ആ ഒരാൾ നീയാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതൊന്ന് നേരിട്ട് പറയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഒന്നും വിജയിച്ചില്ല. ഇന്നിപ്പോ സകല ധൈര്യവും സംഭരിച്ച ഈ ഏകാന്തതയിൽ നിന്നെ ഞാൻ ഈ മുറിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. കല്യാണി, ഐ എം ടെല്ലിംഗ് ദിസ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എന്റെ സ്വപ്നങ്ങളിലും ജീവശ്വാസത്തിലും നീ ഒരാളെ എനിക്ക് തുണയായിട്ട് ആവശ്യമുള്ളൂ. ഐ ലവ് യു വെരി മച്ച്.
എന്താ ഇവിടെ? സിംഗപ്പൂരിൽ നിന്ന് കല്യാണിക്ക് കിട്ടിയ അവാർഡ് അമ്മേ. വന്നപ്പോ കല്യാണി ഇവിടെ ഇല്ലായിരുന്നല്ലോ. പിന്നെ അതങ്ങ് മറന്നു. ഇപ്പോഴാ ഓർത്തത്. ആടോള് അത് സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോ കല്യാണിക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ചെറിയൊരു ഗിഫ്റ്റ് അമ്മേ. ഇപ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. ശരി കല്യാണി, മാഡം ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ? ഇനി പോവാം. നന്ദിപൂർവം വലിയ കുഞ്ഞിന് അവളുടെ ഒരു നന്ദി ശരിയാക്കി തരാടി ഞാൻ. അടുക്കളക്കാരി വൃത്തികെട്ടവളെ, ഇന്നത്തോടെ നിന്റെ കഥ തീർക്കും ഞാൻ. നന്ദിപൂർവം വലിയ കുഞ്ഞിന് പോലും. വാട്ടർ കളർ ഇവിടെ എവിടെയോ വെച്ചിരുന്നല്ലോ. കല്യാണി നിക്ക്. മാഡം, എന്താ നിന്റെ കയ്യില്? ഇത് ചെറിയൊരു പ്രതിമയാ മാഡം. ആ, അതെന്തായാലും ഇവിടെ വച്ചിട്ട് പോയിക്കൂടെ? സൂക്ഷിച്ച് വേണം ലാപ്ടോപ്പ് എടുത്തോണ്ട് വരാൻ, അല്ലെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോവും. ശരി മാഡം. ആരാ ദൈവം ഇല്ലെന്ന് പറഞ്ഞത്? ദൈവം എന്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ആഗ്രഹിച്ചതുപോലെ അഖിലാണ്ടേശ്വരിയുടെ മുന്നിൽ തന്നെ ആ സാധനം കറങ്ങി തിരിഞ്ഞു വന്നത് കണ്ടോ? വന്നിട്ട് കാര്യമില്ലല്ലോ, ഇത് അഖിലേച്ചി കണ്ടിട്ടല്ലേ കാര്യമുള്ളൂ. ദൈവമേ, ആപത് ബാന്ധവ, ഇത്രയും സഹായിച്ച നീ അതും കൂടി ഒന്ന് നടത്തിത്താ പ്ലീസ്. കല്യാണി കണ്ടില്ലേ? എത്ര വേഗത്തിലാണ് ഈ പ്രാർത്ഥനകൾ സാധിച്ചു തന്നത് ഭഗവാനേ. ഇപ്പൊ അവിടെയും എല്ലാം ഓൺലൈൻ ആണോന്നാ സംശയം. വെടിവെച്ച് കൊല്ലവളെ. നീ ചത്തൊടുങ്ങണം. മണ്ടത്തരം കാണിക്കരുത്. അബദ്ധം തരാനല്ലേ പറഞ്ഞത്?
അഖിലേ, ഞാൻ പറയുന്നത് കേൾക്ക്. തരാനല്ലേ പറഞ്ഞത്? ഛേ, ആവശ്യമില്ലാത്തടത്തെല്ലാം ഇങ്ങേര് കയറി ഇടപെട്ടോളും. ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ചതാ. മിക്കവാറും ഇങ്ങേരെ ഞാൻ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരും. വശം. അഖിലേ, ഇതല്ല ഇതിന് പരിഹാരം. എടുത്ത് ചട്ടം എപ്പോഴും ആപത്താണ്. സുജാത, സർ. ആ ദാസനെ വിളിക്ക്. ശരി സർ. അഖിലേ, ഇരിക്കെ. ഇരിക്കാൻ. ദാസേട്ടാ, ഉടനെ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്തു പറ്റി? ആ, അറിയില്ല. സാറും മേഡവും വലിയ ചൂടിലാണെന്ന് തോന്നുന്നു. കല്യാണി അവിടെ ഉണ്ട്. ഈശ്വര, അവളിനി വല്ല കുഴപ്പമുണ്ടാക്കിയാവും. ഈ പെണ്ണെന്റെ തലയെടുത്ത് അടങ്ങുന്ന തോന്നുന്നത്. മാഡം, ഇവളെന്താ കാണിച്ചു കൂട്ടിയേ? ഇവളെന്തൊക്കെയാ കാണിച്ചു കൂട്ടിയതെന്ന് അറിഞ്ഞാലേ ജനിപ്പിച്ച തന്തയ്ക്ക് പോലും ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നെന്നിരിക്കും. നേരം വെളുത്ത ഇരുട്ടുന്നത് വരെ പറയുന്നത് കേൾക്കാലോ. വിശ്വാസം വിശ്വാസമൊന്ന്. അങ്ങനെ 25 വർഷം ജോലി ചെയ്ത് വിശ്വാസം കാണിച്ച് ചുളുവില് തൃച്ചംബരത്തെ സംബന്ധക്കാരനാകാന്നാണ് താൻ വിചാരിച്ചതല്ലേ? ഗംഭീരായിരിക്കുന്നു. അയ്യോ മാഡം, നിർത്ത്. തൃച്ചംബരത്തെ എച്ചിൽ വാരുന്ന ഇവൾക്ക് പറയാൻ എന്റെ നാവ് അറയ്ക്കുന്നു. ഇങ്ങോട്ട് വാടി. നീ എന്താടേ കാണിച്ചു കൂട്ടുന്നേ? ഞങ്ങളെയൊക്കെ കൊന്നിട്ടേ നീ അടങ്ങുള്ളോ? പറയടി, പറയാൻ. എന്നെ ഒന്ന് വിട്. ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേക്ക്. വിടാനല്ലേ പറഞ്ഞേ? അയ്യോ, വായടക്കടി ചെറുത്താന്. ഇനി നീ പറയുന്ന കേൾക്കണ്ട. എനിക്ക് നേരിൽ തന്നെ കണ്ടു നിന്റെ കോപ്രായം. പ്രേമഭ്രാന്താ നിനക്കിപ്പോ. എന്നെ എന്റെ ചെറുക്കൻ ഈ കൊലയ്ക്ക് കൊടുക്കുന്ന പ്രേമഭ്രാന്ത്. എത്ര പറഞ്ഞിട്ടും എത്ര വിലക്കിയിട്ടും ഞങ്ങളെയൊക്കെ കൊന്നേ അടങ്ങുന്നാണെങ്കിൽ കൊല്ലടി. ഒന്നുമില്ലെങ്കിലും എന്റെ വലിയ ഒന്നുള്ള സ്ഥലത്ത് തന്നെ ജീവൻ കളഞ്ഞല്ലോ എന്നുള്ള സന്തോഷമെങ്കിലും എന്റെ ആത്മാവിന് കിട്ടും. മതി ഈ ജീവിതം. കുടുംബത്തിന് കണ്ണീര് മാത്രം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്നേക്കുമായി കണ്ണടയ്ക്കുന്നതാ. ചേച്ചി, കഥ തുറക്ക്. ചേച്ചി അവിടെ എന്താ ചെയ്യുന്നേ? ചേച്ചി, കഥ തുറക്ക്. കഥ തുറക്ക്. ചേച്ചി, കഥ തുറക്ക്. അച്ഛാ, ചേച്ചി കഥ തുറക്ക്. ചേച്ചി. എന്താ? അതച്ഛാ, ചേച്ചി കഥ തുറക്കുന്നില്ല. അച്ഛൻ അങ്ങനെ പറയരുത്. അച്ഛൻ എന്നെ നല്ലതുപോലെ തന്നെയാ വളർത്തിയത്. എല്ലാം എന്റെ തലയിലെഴുത്താ, എന്റെ മാത്രം തലയിലെഴുത്ത്. അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വേണം കുറ്റക്കാരിയാക്കില്ലായിരുന്നു. അത്
അതോർത്തപ്പോഴാ എനിക്ക് ചത്ത് കളയാൻ തോന്നിയത്. എന്റെ മോളുടെ കയ്യിലൊരു തെറ്റുമില്ലെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. പക്ഷേ അതവിടെ പറയാൻ നമുക്കാവില്ല. അവരൊക്കെ വലിയവരാ, നമ്മൾ ചെറിയവരും. അങ്ങനൊന്നും അല്ല അച്ഛ. ഇത് ചേച്ചി നമ്മളെ രണ്ടാളെ മറന്നിട്ട. അല്ലെങ്കിൽ ഇറങ്ങി പോവാൻ പറഞ്ഞ ഉടനെ ചേച്ചി അങ്ങ് ചത്ത് കളയാന്ന് വിചാരിക്കുന്ന എന്തിനാ? എന്നെ കുറിച്ചൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ചേച്ചി ഇങ്ങനെ ചെയ്യോ? സ്കൂളില് കൂട്ടുകാരൊക്കെ അമ്മമാരെ കുറിച്ച് സംസാരിക്കുമ്പോ ഞാൻ എന്റെ ചേച്ചിയെ കുറിച്ചാ വാതോരാതെ പറയുന്നത്. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മയ്ക്ക് അമ്മ തന്നെ ഉണ്ടായാലേ പറ്റൂ. അമ്മയ്ക്ക് ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ തോന്നില്ല. അമ്മ വേറെ, ചേച്ചി വേറെയാ. ചേച്ചിക്ക് ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല, ഒരിക്കലും. മോളെ കല്യാണി, നീ എന്നെ പൊന്നു പോലെ നോക്കണേ മോളെ. നീ ഇവന് ചേച്ചിയല്ല മോളെ, അമ്മയാ. ക്ഷമിച്ചു കളയടാ ചേച്ചിയോട്. ഞാനൊരു നിമിഷം നിന്നെ മറന്നുപോയി. ചെയ്തത് തെറ്റാ, നീ എന്നോട് ക്ഷമിക്കും. ഇനി ഒരിക്കലും ചേച്ചി ഇങ്ങനെ ഒരു സാഹസം കാണിക്കില്ല, സത്യം. അങ്ങനെ വെറുതെ വായ കൊണ്ട് പറഞ്ഞാ പോരാ. ഇനി ഒരു കാലത്തും ഇങ്ങനൊരു തെറ്റ് കാണിച്ചു കൂട്ടില്ലെന്ന് അച്ഛന് സത്യം ചെയ്തു തരണം നീ. എന്റെ ഇവന്റെ തലയിൽ കൈവച്ച്. എന്താ, സമ്മതാണോ നിനക്ക്? കല്യാണി, 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 കല്യാണി. വല്യോഞ്ഞാണല്ലോ. വലിയുഞ്ഞെന്താ ഈ സമയത്ത് ഇവിടെ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ചായയോ കാപ്പിയോ എന്തെങ്കിലും? ഏയ്, അതൊന്നും അല്ല. നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നത്. നിനക്ക് തരാൻ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നു, അത് തരാൻ വേണ്ടിയാ. കൃഷ്ണന്റെ രാധയുടെ ചെറിയൊരു പ്രതിമ.
ആ ആനന്ദേ, ഇളയമെന്താ ഉറങ്ങിയില്ലേ? സമയം അർദ്ധരാത്രി ആയല്ലോ. അയ്യോ അത്രയായല്ലേ? ഷോ, നീ പറഞ്ഞപ്പോഴാ ഞാൻ സമയം നോക്കിയത്. അർദ്ധരാത്രി ആയതുപോലെ ഞാൻ അറിഞ്ഞതേ ഇല്ല. വെറുതെ പാട്ടൊക്കെ കേട്ടിങ്ങനെ നിന്നതാ. ഭർത്താവും കുട്ടികളും അങ്ങ് അന്യനാട്ടില്. ഞങ്ങളെപ്പോലുള്ള പാവം വീട്ടമ്മമാർക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ ഒരു എന്റർടൈൻമെന്റ്. അല്ല ആനന്ദേ, ഈ അർദ്ധരാത്രി നീ എവിടെ പോയതാ? അത് പറഞ്ഞില്ലല്ലോ. അത് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ, വെറുതെ ഒന്ന് കറങ്ങാൻ. എനിക്കിപ്പോ ഭാര്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ പാട്ട് കേൾക്കുന്നതിനേക്കാൾ കറങ്ങുന്നതാ ഒരു എന്റർടൈൻമെന്റ്. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോ ഇളയമയുടെ എന്റർടൈൻമെന്റ് നടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. പൊയ്ക്കോ പൊയ്ക്കോ, വലിയ കോമഡി പറഞ്ഞിട്ട് പോവാണെന്നാ വിചാരം. ഇവിടെ അഖിലാണ്ടേശ്വരി അമ്മ കല്യാണിക്കുട്ടിക്ക് വനവാസം വിധിച്ചതൊന്നും പാവം അറിഞ്ഞിട്ടില്ല. നാളെ നേരം വെളുക്കുമ്പോ ഈ കോമഡിയൊക്കെ ട്രാജഡി ആയിക്കോളും. അപ്പ വേണം എനിക്കവനോട് തിരിച്ച് ചില കോമഡി അങ്ങോട്ട് വിളമ്പാൻ. പ്രേമപ്പനി പിടിച്ച വിദ്യാസുരൻ. ഛേ, ഇത് പിടിച്ചേ. അതെടുക്കണ്ട മോളെ. ദൈവത്തിന്റെ വിഗ്രഹം അച്ഛാ, ഇതെടുത്ത എന്താ ഒരു കുഴപ്പം? കുഴപ്പമുണ്ട്. വിഗ്രഹത്തിന്റെ അല്ല, അത് തന്ന ആളിൽ. ഈ വിഗ്രഹം വെല്ലുവിഞ്ഞ് നിനക്ക് തരുന്നതും നീ ഇവിടെ കൊണ്ടുവെക്കുന്നതും അച്ഛൻ കാണുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി. നിങ്ങളിവിടെ നിൽക്കുക. അച്ഛൻ ഈ പ്രമാണ യൂണിഫോം ഒക്കെ ഏൽപ്പിച്ചിട്ട് വരാം. ദാസേട്ടാ, കല്യാണി, ആനന്ദ് 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 നിക്ക്, എങ്ങോട്ടാ പോകുന്നത്? ആനന്ദ് ആനന്ദ് നിക്ക്. നിങ്ങൾ ഈ ബാഗ് എടുത്തിട്ട് എങ്ങോട്ടാ? ദാസേട്ടാ ചോദിച്ചത് കേട്ടില്ലേ, എങ്ങോട്ടായി പോകുന്നതെന്ന്? കല്യാണി, നീ പറ, നിങ്ങളിത് എങ്ങോട്ടാ? ഇവിടെ എന്ത് പറ്റിയിപ്പോ? അനിയൻകുട്ടാ, നീയെങ്കിലും പറ, എന്താ കാര്യമെന്ന്? നിങ്ങളിത് എങ്ങോട്ടാ? ആരൊന്നും പറയില്ല. ശരി, എങ്കിൽ ചോദിക്കേണ്ട മറ്റുള്ളവരോട് ചോദിച്ചോളാം. അമ്മേ, ദാസേട്ടൻ കല്യാണിയെയും അനിയൻകുട്ടനെയും കൂട്ടി എങ്ങോട്ടാ പോവാ? എങ്ങോട്ടാന്ന് ചോദിച്ചിട്ട് മറുപടി ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിക്കുക, അവരെങ്ങോട്ടാ പോകുന്നതെന്ന്. എന്ത് ചോദിക്കാൻ? ചോദിക്കാൻ പറയാനൊന്നുമില്ല. ഇതെല്ലാം തീരുമാനിച്ച കാര്യങ്ങൾ തന്നെ. ആനന്ദ് ഇതിൽ ഇടപെടണ്ട. ഇടപെടണ്ടെന്ന് പറഞ്ഞാല് അത് നിനക്കുള്ള അടുക്കളക്കാരിയുടെ ഗിഫ്റ്റാ. വായിച്ചു നോക്ക്, വായിച്ചു നോക്ക്, അതിലെന്താ എഴുതി വെച്ചിരിക്കുന്നേന്ന്.
അമ്മയും അച്ഛനും അവരെ പറഞ്ഞു വിടാൻ കാരണം ഈ സെന്റൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ ഒരു സെന്റൻസ് മറ്റൊരാൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തത്. എനിക്ക് തരാനുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഈ കാണുന്നതായിരിക്കും കല്യാണി എഴുതാൻ സാധ്യത. ഇതിലെ എഴുത്ത് കണ്ടപ്പോഴേ എനിക്കിത് ഇളയമ്മയുടെ അക്ഷരമാണെന്ന് സംശയം ഉണ്ടായിരുന്നു. കല്യാണിയെ പുറത്താക്കാൻ ഇളയമ്മയുടെ തന്ത്രം, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ചേച്ചി, ഞാൻ അത് പിന്നെ നീ കാണിച്ച മൂന്നാന്തര വിലയ്ക്കും ഞങ്ങൾക്കിപ്പോ തലകുനിക്കേണ്ട അവസ്ഥ വന്നിരിക്കേ. നിന്നോട് ക്ഷമിക്കാനുള്ളത് ഞാനല്ല, കല്യാണിയും ദാസേട്ടനോ. അവര് ക്ഷമിച്ചില്ലെങ്കിൽ അവരോടൊപ്പം കൂടും കുടുക്കെടുത്ത് നിനക്കും തൃച്ചംബരത്തിന്റെ പടിയിറങ്ങാം ഇപ്പൊ തന്നെ. ദാസേട്ടാ, കല്യാണിയും കൊണ്ട് അകത്തേക്ക് വാ പ്ലീസ്. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും എന്നോടൊരു വാക്ക് പോലും മറുത്തു പറയാതെ ശിക്ഷ വാങ്ങി പോകാനിറങ്ങിയ ദാസേട്ടനും കല്യാണിയും വേണം നിന്നോട് ക്ഷമിക്കാൻ. ചെന്ന് പറ അവരോട് ക്ഷമിക്കാൻ. ചെല്ലാൻ. ദാസേട്ടനും കല്യാണിയും എന്നോട് ക്ഷമിക്കണം. ഐ ആം സോറി. അയ്യോ, അതൊന്നും വേണ്ട മാഡം. ഞങ്ങളിവിടുത്തെ ജോലിക്കാരാ. ഇവിടുത്തെ ഉപ്പും ചോറുവാ ഞങ്ങളുടെ ഈ തണ്ടും തടിയൊക്കെ. മാഡം ഒരിക്കലും ഞങ്ങളുടെ മുമ്പിൽ കൈകൂപ്പരുത്. അങ്ങനെയല്ല ദാസേട്ടാ. ദാസേട്ടൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലേ എനിക്കിവിടെ നിൽക്കാൻ പറ്റും. ഞങ്ങളല്ല, സാക്ഷാൽ കൃഷ്ണനും രാധയോ മാഡത്തിനോട് ക്ഷമിക്കേണ്ടത്. ദൈവങ്ങളെ സാക്ഷി നിർത്തി ഇങ്ങനൊരു കൃത്രിമം പാടില്ലായിരുന്നു. സാരമില്ല, ഇപ്പോ എല്ലാവർക്കും എല്ലാം ബോധ്യപ്പെട്ടതും ഭഗവാന്റെ കൃപ കൊണ്ടാ. മാഡം, വിലാസിനി മാഡത്തിനോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഒരു പരിഭവമില്ല ഈ കാര്യത്തില്. എന്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് സാറിന് മാഡത്തിന് മനസ്സിലായല്ലോ. അത് മതി ഞങ്ങൾക്ക്. പക്ഷേ ഇന്നലെ ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ എന്റെ മോളിൽ നീ ലോകത്തുണ്ടാവില്ലായിരുന്നു. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയ കൊള്ളായിരുന്നു. കല്യാണി, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആണിനേക്കാൾ 10 മടങ്ങ് മനക്കരുത്തുള്ളവളാവണം പെണ്ണ്. അത് ഏത് കാര്യത്തിലും നീയും കാണിക്കണമെന്ന എന്റെ ആഗ്രഹം. കേട്ടില്ലേ, നീ കാണിച്ചു കൂട്ടിയ നെറുകേടിന് കല്യാണി ആത്മഹത്യക്കൊരുങ്ങിയെന്ന്. അങ്ങനെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിരുന്നെങ്കിൽ നീ സഹദേവന്റെ ഭാര്യയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നേനെ. കൊന്ന് തള്ളിയാനെ നിന്നെ ഞാൻ. മൈ ഗോഡ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വാസമാകുന്നില്ലടാ. നീ കല്യാണിക്ക് വാങ്ങിക്കൊടുത്ത അതേ ഗിഫ്റ്റ് കല്യാണി നിനക്ക് വാങ്ങി വെച്ചിരുന്നു എന്ന് പറഞ്ഞ ഇറ്റ്സ് സോ എക്സൈറ്റിംഗ്. അതെ ശബരി, ആ ഗിഫ്റ്റ് കണ്ടപ്പോ ഞാൻ ഇതുപോലെ എക്സൈറ്റഡ് ആയിപ്പോയി. എന്തോ വല്ലാത്തൊരു അനുഭൂതി. നീ പറഞ്ഞതുപോലെ ഒരു പ്ലസന്റ് സർപ്രൈസ്.